വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. അനറ്റോമിസ് ആണ്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിന്ന് വന്നതിന് പ്രത്യേക ഒരു കാര്യമുണ്ട്. നമുക്കറിയാം ഇനി വരാൻ പോകുന്ന 26-ാം തീയതി, അതായത് ഫെബ്രുവരി 26-നാണ് നമ്മുടെ സ്വന്തം CM കിഡ്സ് സ്കോളർഷിപ്പ് UP എക്സാം നടക്കുന്നത് അല്ലേ, നമ്മുടെ പണ്ടത്തെ USS എക്സാം. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ് നിങ്ങൾ എല്ലാവരും എന്നറിയാം. അപ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. എങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. സൂര്യാസ്തമയത്തിൽ ചന്ദ്രൻ ഉദിക്കുകയും സൂര്യോദയത്തിൽ ചന്ദ്രൻ അസ്തമിക്കുകയുമാണെങ്കിൽ ദ മൂൺ റൈസ് അറ്റ് സൺസെറ്റ് ആൻഡ് മൂൺ സെറ്റ് അറ്റ് സൺറൈസ്, ദെൻ അവിടെ സൂര്യഗ്രഹണം സംഭവിക്കും. ദർ വിൽ ബി എ സോളാർ എക്ലിപ്സ്. ഭാഗികമായി ചന്ദ്രനെ കാണാം. ഹാഫ് മൂൺ ക്യാൻ ബി സീൻ. അമാവാസി ആയിരിക്കും. വിൽ ബി ദ ന്യൂ മൂൺ ഡേ. പൗർണമി ആയിരിക്കും. വിൽ ബി ദ ഫുൾ മൂൺ ഡേ. ഇതിൽ ഏതായിരിക്കും മക്കളെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? നമ്മുടെ ചോദ്യം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സൂര്യൻ അസ്തമിക്കുന്ന സമയം മൂണ് കാണാനായിട്ട് പറ്റും, അതായത് മൂൺ റൈസ് ആവും. അതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്ന സമയം മൂൺ എന്താവും, സെറ്റ് ആവും. അതായത് മൂണിന് നമ്മൾ അസ്തമിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ടൈമിൽ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് അതിനോട് യോജിച്ച ആ ഒരു ദിവസം, അല്ലെങ്കിൽ ഏതാണ് അതിനോട് യോജിച്ചതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയോന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താണ് ഇതിന്റെ ഉത്തരം? എല്ലാവരും ഓപ്ഷൻ ഡി ആണോ ഉത്തരവായിട്ട് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അതായത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, സൂര്യൻ അസ്തമിക്കുമ്പോൾ മൂണ് റൈസ് ആവുന്നതും സൂര്യൻ ഉദിക്കുന്ന സമയത്ത് മൂണ് സെറ്റ് ആവുന്നതുമായിട്ടുള്ള ആ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ മൂൺ ഡേ അല്ലെങ്കിൽ വെളുത്ത വാവാണ്. ഇനി ഇതിന് നേരെ തിരിച്ചിട്ടാണ് നമ്മുടെ കറുത്തവാവ് എന്ന് പറയുന്നത്. കറുത്തവാവ് എന്ന് പറയുമ്പോൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ മൂണും അസ്തമിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് മൂണും ഉദിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടും ഒരേപോലെയാണ്. പക്ഷെ ഫുൾ മൂൺ ഡേ അല്ലെങ്കിൽ നമ്മുടെ വെളുത്തവാവ് ദിവസം ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഈ ഒരു വ്യത്യാസം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യമാണ്, നമ്മൾ എക്ലിപ്സ് പഠിച്ചിട്ടില്ലേ? ലൂണാർ എക്ലിപ്സ്, സോളാർ എക്ലിപ്സ്, ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണം. അതും ഈ പറയുന്ന നമ്മുടെ ഫുൾ മൂൺ ഡേ അല്ലെങ്കിൽ ന്യൂ മൂൺ ഡേയുമായിട്ട് ഒരു ബന്ധമുണ്ട്, ഒരു ചെറിയ റിലേഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് അറിയാവോ? ഈ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൂര്യഗ്രഹണം നടക്കുന്നത് എപ്പോഴും ന്യൂ മൂൺ ഡേയിലായിരിക്കും, അതായത് കറുത്ത വാവിലായിരിക്കും. അതായത് നമുക്ക് ഏതൊരു സോളാർ എക്ലിപ്സും നടക്കുമ്പോൾ ആ ദിവസം എന്ന് പറയുന്നത് കറുത്തവാവായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാ കറുത്തവാവിലും സോളാർ എക്ലിപ്സ് നടന്നു എന്നല്ല അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ നമ്മുടെ ലൂണാർ എക്ലിപ്സ് അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം നടക്കുന്നത് എപ്പോഴും നമ്മുടെ ഫുൾ മൂൺ ഡേയിലായിരിക്കും, അതായത് വെളുത്തവാവിലായിരിക്കും. അപ്പൊ ചന്ദ്രഗ്രഹണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ ദിവസം ഫുൾ മൂൺ ഡേ അല്ലെങ്കിൽ വെളുത്തവാവാണ് എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ എല്ലാ വെളുത്തവാവിലും ചന്ദ്രഗ്രഹണം നടക്കണം എന്നുമില്ല. അപ്പൊ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലായത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഫുൾ മൂൺ ഡേയിലാണ് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് മൂൺ അസ്തമിക്കുകയും സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് മൂൺ ഉദിക്കുകയും ചെയ്യുന്നത്. ന്യൂ മൂൺ ഡേയിലാണ് സൂര്യൻ അസ്തമിക്കുമ്പോൾ മൂൺ അസ്തമിക്കുകയും സൂര്യൻ ഉദിക്കുമ്പോൾ മൂൺ ഉദിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ സോളാർ എക്ലിപ്സ് നടക്കുന്നത് കറുത്തവാവ് ദിവസമാണ്. എന്ന് വെച്ച് എല്ലാ കറുത്തവാവിലും സോളാർ എക്ലിപ്സ് നടക്കും എന്നല്ല. അതുപോലെ ലൂണാർ എക്ലിപ്സ് അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം നടക്കുന്നത് ഫുൾ മൂൺ ഡേയിലാണ്. എന്ന് വെച്ച് എല്ലാ ഫുൾ മൂൺ ഡേയിലും ചന്ദ്രഗ്രഹണം നടക്കണം എന്നില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ മക്കള് നോട്ട് ചെയ്ത് വെക്കുക. ബേസിക്കലി നമുക്കറിയാം ഈ ന്യൂ മൂണ്, ഫുൾ മൂണ്, എക്ലിപ്സ് ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്നൊക്കെ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ബി ദ ഷാഡോ ഓഫ് എ ട്രീ ബി സീൻ ഇൻ ദി മോർണിംഗ്? ഒരു മരത്തിന്റെ നിഴൽ രാവിലെ ഏത് ദിശയിലാണ് കാണപ്പെടുന്നത്? ഓക്കെ, നമുക്ക് ഈ ഷാഡോസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി അറിയാം. ഷാഡോ വേണമെങ്കിൽ നിർബന്ധമായും 3 സാധനങ്ങൾ വേണം. ഒന്ന് എന്താണ്? ലൈറ്റ് സോഴ്സ് വേണം. അത് ഈ പറയുന്ന സണ്ണോ അല്ലെങ്കിൽ ബൾബോ എന്തെങ്കിലും ഒരു ലൈറ്റ് സോഴ്സ് വേണം. പിന്നെ ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റ് വേണം, കാരണം ഒപ്പാക്ക് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അധാര വസ്തുക്കളാണ് ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ഒരു സ്ക്രീനാണ്. അതുപോലെ തന്നെ ഷാഡോസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, നമ്മുടെ ലൈറ്റ് സോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എപ്പോഴും ഷാഡോ ഉണ്ടാവുന്നത്. അതായത് ഇപ്പൊ സണ്ണ് ഈസ്റ്റിലാണെങ്കിൽ ഷാഡോ ഉണ്ടാവുന്നത് വെസ്റ്റിലായിരിക്കും. ഓക്കെ, ഇനി സണ്ണ് വെസ്റ്റിലാണെങ്കിൽ ഷാഡോ ഉണ്ടാവുന്നത് ഈസ്റ്റിലായിരിക്കും. ആ ഒരു രീതിയിൽ. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നുണ്ട്, നമ്മുടെ മോർണിംഗ് ടൈമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണല്ലേ, രാവിലെ മരത്തിന്റെ നിഴൽ എവിടെയാണ് കാണപ്പെടുന്നത്? രാവിലെ എന്ന് പറയുന്നത് സൂര്യൻ എവിടെയാ ഉള്ളത്? സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് നമുക്കറിയാലോ. അപ്പം പകൽ സമയത്ത് സൂര്യൻ ഉള്ളത് ഈസ്റ്റ് ആണ്. അപ്പം ഷാഡോ സ്വാഭാവികമായുള്ളത് എവിടെയായിരിക്കും? വെസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് നോക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം.
അല്ലേ? അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ലൈറ്റ് സോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എപ്പോഴും നമ്മുടെ ഷാഡോസ് ഫോം ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദി മൂൺ ആസ് സീൻ ഫ്രം ദി എർത്ത് റേഞ്ച് ഫ്രം ബ്ലാക്ക് ടു വൈറ്റ്. ദിസ് ഈസ് ദ പീരീഡ് ഓഫ് വാക്സിംഗ്, വാനിങ്, ബ്ലാക്ക് സൈഡ് ആൻഡ് നൺ ഓഫ് ദിസ്. ചന്ദ്രൻ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെ കൂടി വരുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്ഷയം, വൃദ്ധി, കറുത്ത പക്ഷം. ഇവയൊന്നുമല്ല. ഏതാണ്? നമുക്കറിയാലേ, നമ്മൾ ഈ ചന്ദ്രക്കലകൾ അല്ലെങ്കിൽ മൂണിന്റെ ഫേസസ് നമുക്കറിയാം. അതില് ഫുൾ മൂൺ ഡേയിൽ നമുക്ക് മൂണിനെ മുഴുവനായിട്ട് കാണാൻ പറ്റും, ന്യൂ മൂൺ ഡേയിൽ മൂണിനെ കാണാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ പറയുന്ന കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെയുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ കറുത്തവാവിലും മൂണിനെ കാണാൻ പറ്റില്ല, വെളുത്തവാവിലും മൂണിനെ മുഴുവനായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ ഇടയിൽ എന്താ സംഭവിക്കുന്നത്? ഒട്ടും കാണാൻ പറ്റാത്ത മൂണിന്റെ ആ ഒരു ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ നിന്നും മൂണിനെ ഇങ്ങനെ കുറേശ്ശെ വിസിബിൾ ആയിട്ട് മുഴുവനായിട്ട് കാണാൻ പറ്റുക ചെയ്യുന്നത്. അതായത് അതിന്റെ ആ ഒരു ബ്രൈറ്റ് പോർഷൻ അല്ലെങ്കിൽ അതിന്റെ ഇലുമിനേറ്റഡ് പോർഷൻ എന്ത് ചെയ്യുവാണ്? ഇൻക്രീസ് ചെയ്യുവാണ്. അപ്പൊ ആ ഒരു പീരീഡിനെ നമ്മൾ എന്തായിരുന്നു വിളിക്കുന്നത്? യെസ്, അതിനെ വിളിക്കുന്ന പേരായിരുന്നു വൃദ്ധി അല്ലെങ്കിൽ വാക്സിംഗ്, അല്ലെങ്കിൽ നമ്മൾ വൃദ്ധി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട് കേട്ടോ, വെളുത്ത പക്ഷം എന്നും ഒരു പേരുണ്ട്, അല്ലെങ്കിൽ വൈറ്റ് ഹാലോ എന്ന് പറയും കേട്ടോ. ഇവിടെ ബ്ലാക്ക് സൈഡ് അല്ല, ബ്ലാക്ക് ഹാലോ എന്നാണ് വേണ്ടത്. അപ്പം ഈ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? വാക്സിംഗ് അല്ലെങ്കിൽ വൃദ്ധി എന്ന് പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ വെളുത്ത പക്ഷം അല്ലെങ്കിൽ വൈറ്റ് ഹാലോ എന്നൊക്കെ പറയും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്തത് നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്ക് ആണ്. നിങ്ങൾ എല്ലാവരും അതിന്റെ ഉത്തരം കമന്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. എ സ്കെയിൽ യൂസ്ഡ് ടു മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലാനറ്റ്. ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന തോത് ഏതാണ്? ലൈറ്റ് ഇയർ, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, നോട്ടിക്കൽ മൈൽ, കിലോമീറ്റർ. അപ്പൊ ഈ ഓപ്ഷൻ ഒക്കെ നോക്കിയിട്ട് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്താണ് നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ കമന്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുറേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ സ്വന്തം ധ്രുവ ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഇതാണ് നമ്മുടെ ധ്രുവ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു QR കോഡ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കറിയാലോ, എല്ലാവരും ഇത്തവണത്തെ USS എക്സാം എഴുതുന്നില്ല, പക്ഷെ എല്ലാവരും എഴുതുന്ന ഒരു എക്സാമാണ് നമ്മുടെ ആനുവൽ എക്സാം. ആനുവൽ എക്സാമിന് നമുക്കിന് വേണ്ടത് റിവിഷൻ ആണ്. സോ നിങ്ങൾക്കായിട്ട് നമ്മുടെ റിവിഷൻ ബാച്ചുകളും ഇവിടെ റെഡിയാണ്, നമ്മുടെ എൻഗെയിം ബാച്ചുകൾ റെഡിയാണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചുകളിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു അക്കാഡമിക്സ് നമുക്ക് അടിപൊളിയാക്കാം. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.